ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് ചന്ദ്രൻ നമുക്ക് ഏതൊക്കെ അസുഖങ്ങളാണ് തരുന്നതെന്നാണെന്ന് നമുക്ക് നോക്കാം. കാരണം ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പരിധി വരെ മെന്റൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള ചന്ദ്രന്റെ പല നൂരിൽ കടലിൽ തിരികെ വരിക, അങ്ങനെയുള്ള അളന്നൊരു മെന്റലി എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഫുൾമൂണൊക്കെ വരുന്ന ദിവസം പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണാം. അപ്പം ഈ ചന്ദ്രന് എന്തുകൊണ്ട് ഇങ്ങനെ അസുഖങ്ങൾ ഉണ്ടാകുന്നു, അതുമല്ലെന്നൊരു ഏതൊക്കെ ഹൗസിൽ ഇത് വരുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അതുമല്ലെന്നൊരു ചന്ദ്രന്റെ കൂടെ ഏതൊക്കെ ഗ്രഹങ്ങൾ നെഗറ്റീവായിട്ട് വരുമ്പം എത്രാമത്തെ ഹൗസിലൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നമുള്ളതെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പം ചന്ദ്രന് പ്രധാനമായിട്ട് പ്രശ്നങ്ങൾ കൊണ്ടുതരുന്നത് ലങ്സിനാണ്. ഒന്ന് ലങ്സിന്, അതേപോലെ ആത്മ, സൈനസ്, അല്ല ഡിപ്രഷന്, ആങ്സിറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, മെന്റൽ ഡിസോർഡർ, മെന്റൽ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അപ്പം അങ്ങനെയൊക്കെയാണ് കൊണ്ടുതരാം. അപ്പം മെയിൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം ലങ്സ് എന്ന് പോകുമ്പം ലങ്സ് നമ്മൾ അങ്ങനെ നോക്കുമ്പം നമുക്ക് 4-ാം ഭാവം അത് നോക്കേണ്ടി വരും. 4-ാം ഭാവം എന്ന് നമ്മുടെ ലഗ്നമുണ്ട്. ലഗ്നം മുതൽ 4-ാമത്തെ നമ്മൾ ജനിച്ച് അവിടെ ലഗ്നം നിൽക്കുന്ന അവിടെ മുതൽ 4-ാമത്തെ കോളം വരെയുള്ള ആ കോളത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങളാണ് നിൽക്കുന്നതെന്ന് ഒന്ന് നോക്കേണ്ടി വരും. അപ്പോൾ ആ 4th ഹൗസുമായിട്ട് ബന്ധപ്പെട്ട സപ്പോസ് രാഹു, കേതു, അങ്ങനെയുള്ള ശനി ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ടാണ് ഇതിനകത്ത് പ്രശ്നം. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒന്ന്, ഈ ചന്ദ്രന്റെ കാര്യം പറഞ്ഞു വരുമ്പം തന്നെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ വരുമ്പം നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന ഈ ചന്ദ്രന്റെ ഹൗസാണ് നോക്കേണ്ടത്. ഏതൊക്കെ ഹൗസിലാണ് ഇത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്തതെന്നും അതല്ലെന്നത് ഏതൊക്കെ എനിമീസാണ് ഈ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ എനിമീസ്. അപ്പൊ എനിമീസിന്റെ കോമ്പിനേഷൻ നോക്കണം. അപ്പോഴാണ് നമുക്ക് ഇതിനെപ്പറ്റി ഗ്രാഹ്യമായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇതിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ 6, 8, 12 6, 8, 12 എന്നുള്ള ഹൗസ് നോക്കണം ചന്ദ്രനെ നോക്കുമ്പോൾ, ചന്ദ്രനുമായിട്ടുള്ള അസുഖങ്ങൾ നോക്കുമ്പോൾ. അതേപോലെ ചന്ദ്രന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ രാഹു ചന്ദ്രന്റെ ശത്രുവാണ്, കേതു ഇതിന്റെ ശത്രുവാണ്, അതേമാതിരി ശനി ശത്രുവാണ്. അപ്പൊ ഈ പറഞ്ഞ രാഹു, കേതു, ശനി ഇവ ഏതെങ്കിലും ഈ പറഞ്ഞ ഗ്രഹത്തിൽ പ്രത്യേകിച്ച് 6, 8, 12 ഉള്ള ഗ്രഹങ്ങളിൽ കൂടെ വരികയോ അതുമല്ലെന്ന് വരും ചന്ദ്രന്റെ ആയിട്ടുള്ള ഈ ഏതെങ്കിലും ശത്രുക്കളുടെ അടുത്തുള്ള കോമ്പിനേഷൻ ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ അവിടെ വരികയോ അതുമല്ലെന്ന് വരും ഈ നമുക്ക് എപ്പോഴേലും ആയിരിക്കും, ത്രൂ ഔട്ടിലായിരിക്കുമല്ല നമുക്ക് അസുഖങ്ങൾ വരുന്നത്, ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും അസുഖം വരുന്നത്. അപ്പം ഈ ഒരു സമയത്ത് ചിലപ്പോൾ ശനി പാസ് ചെയ്യുന്ന സമയമായിരിക്കും, ട്രാൻസിഷൻ. അപ്പം അല്ല കേതു. അപ്പൊ ഈ ശനി എന്ന് പറഞ്ഞാൽ 2.5 വർഷം കൂടുമ്പോഴാണല്ലോ ഇങ്ങനെ 2.5 വർഷമാണല്ലോ ഒരു രാശി നിൽക്കുന്നത്. അതേമാതിരി കേതു, രാഹു ഒക്കെ 1.5 വർഷം. അപ്പൊ ഇത് നമ്മുടെ ഈ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം ഒക്കെ അങ്ങനെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ 1.5 വർഷം വരെ അതിൻ്റെ ആയിട്ടുള്ള പല പ്രശ്നങ്ങളും വരും. അപ്പൊ നമുക്ക് ചില ഹൗസ്, അപ്പൊ ആ ഹൗസിനകത്ത് നെഗറ്റീവായിട്ടുള്ള എനർജി വന്നു കഴിഞ്ഞാൽ നമുക്ക് പല അസുഖങ്ങളും വരും. അപ്പൊ ആ ഒരു ഹൗസ് ഏതാ, അല്ല അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതാ, അതിനെ പോസിറ്റീവ് ആക്കാൻ നോക്കണം. അപ്പൊ അത് നമ്മുടെ ഒരുപാട് വീഡിയോയ്ക്കകത്ത് പലതും പറഞ്ഞിട്ടുണ്ട്, ഓരോ ഗ്രഹങ്ങളെ എങ്ങനെ പോസിറ്റീവ് ആക്കാം. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ആ ഹൗസ് ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആകും. കാരണം അവിടെ നിൽക്കുന്ന ഇപ്പം ഏതെങ്കിലും ഒരു ഗ്രഹത്തിന്റെ നാഥനുണ്ട്, ആ നാഥൻ എവിടെ നിൽക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓരോരുത്തരുടെയും ബർത്ത് ചാർട്ട് വ്യത്യാസമായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തോ കാര്യങ്ങൾ നോക്കാതെ നമുക്കൊരു കാരണവശാലും ഒന്നും അങ്ങനെ പറയാൻ പറ്റുകയില്ല. അപ്പം ഏകദേശം നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ലങ്സിന്റെ ആയിട്ട് അസുഖം വന്നു കഴിഞ്ഞാൽ 4th ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് അല്ല അവിടെ നിൽക്കുന്നതായിട്ടുള്ള ഗ്രഹങ്ങളും ചന്ദ്രനുമായിട്ട് എങ്ങനെയും ദ്രോഹിക്കുന്നുണ്ട് 4th ഹൗസ്. അപ്പോൾ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഡിസീസും ആകാം, ഇവൻ ലങ്സ്, ഇവൻ ക്യാൻസർ വരെ ആകാം. പക്ഷെ അത് ബാക്കിയുള്ള ഗ്രഹങ്ങള് ഏതൊക്കെ ഗ്രഹങ്ങൾ പ്രത്യേകിച്ച് രാഹു നിൽക്കുന്ന പൊസിഷൻ കൂടെ നോക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇത് നമ്മൾ തിരിച്ചറിയുന്നത്. രാഹു, കേതു ഒക്കെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പ്ലാനറ്റാ, ശനിയും നെഗറ്റീവ് പ്ലാനറ്റാ. അപ്പൊ ഏത് ഇവിടെ നിന്നിട്ടാണ് അതിന്റെ നോട്ടം, എത്രാമത്തെ ഹൗസില്, അപ്പൊ അതിനൊരു ഇപ്പൊ ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കാം. അപ്പം ഇപ്പൊ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട 4th, അതേപോലെ ഈ പെട്ട ബ്രെയിൻ എന്തെങ്കിലും ഒരു സപ്പോസ് എന്തെങ്കിലും ബ്രെയിൻ്റെ ഈ മെന്റലി ഉള്ള ഡിസോർഡറോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ 1st ഹൗസ് അവിടെ ചെക്ക് ചെയ്യേണ്ടി വരും. 1st ഹൗസ് അല്ലെങ്കിൽ ആത്മ ഉണ്ടാകാനുള്ള സാധ്യത, അതും ലങ്സുമായിട്ട് ബന്ധപ്പെട്ട. സൈനസ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് 2nd ഹൗസ് നമുക്ക് നോക്കേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ള ഒരു സംഭവം, അത് ഡിപ്രഷന്, ആങ്സിറ്റി ഇങ്ങനെയൊക്കെ ഉള്ള 4th, 5th ഹൗസ് നോക്കണം. കാരണം ഈ 4th ഹൗസ് എന്ന് പറഞ്ഞാൽ സുഖത്തിൻ്റെയാണ്, സന്തോഷത്തിന് ഹാനി വരുന്നു. 5ാമെന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെയാണ്, ലവിന്റെ, അഫക്ഷന്റെ, സ്നേഹത്തിന്റെ,
അതാണ് 5ാമത്തെ ഭാവം. ഈ 4ഉം 5ഉം കൂടെ ഒന്നിച്ച് വരുമ്പോഴാണ് ഈ കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെയുള്ളപ്പോഴാണ് എല്ലാം ഒരു 4 മാത്രം ചീത്തയായതുകൊണ്ട് ഒരിക്കലും വരത്തില്ല. 4ഉം 5ഉം ഒന്ന് ആരെങ്കിലും സപ്പോസ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലവ് അഫെയറിൻ്റെ കൂടെ ഒരു സംഭവമാണ് 5ാം ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാളെ പ്രണയിച്ചു എടുത്തു, അല്ലെങ്കിൽ പ്രണയമായിട്ട് ബന്ധപ്പെട്ട നൈരാശ്യങ്ങൾ, ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ 5ാം ഭാവത്തിൽ ആ ഒരു പ്രശ്നം വരുന്നത്. അതേ സമയത്ത് 4 അവിടുന്ന് വീട്ടിൽ നിന്നുള്ളതായിട്ടുള്ള പ്രശ്നം 4th ഹൗസ് എന്ന് പറഞ്ഞാൽ ഈ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടതും അങ്ങനെ. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഇവിടെ ഒരു 4ാമത്തെ ഹൗസിനോട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് അത് ഫുള്ളി നെഗറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മനസ്സിലാക്കാൻ വേണ്ടി 6, 8, 12 എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവമാണ്. പ്രത്യേകിച്ച് അതേമാതിരി രാഹു, കേതു, ശനി, ഈ ചന്ദ്രന് എനിമിയായിട്ടുള്ള ഗ്രഹങ്ങളായതുകൊണ്ട്. അതേമാതിരി ഇപ്പോൾ ഇത് മെഡിക്കൽ അസ്ട്രോളജി സബ്ജക്റ്റ്, മെഡിക്കൽ അസ്ട്രോളജി മാത്രമല്ല ഏതെങ്കിലും ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനോ എടുക്കാനോ താല്പര്യം ഉണ്ടെന്ന വരിയിൽ നമുക്കത് നിങ്ങൾ ഇതിനകത്ത് ഗ്രൂപ്പുണ്ട്, ലിങ്കുണ്ട്, ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ പിന്നെ വിശദമായിട്ട് പറയുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.